അപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ടേച്ച മാഗി ആയിരുന്നു. അന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇത് ഇന്നുണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തതാണ്. അത് സെപ്പറേറ്റ് ഡേ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു കാര്യം നമ്മൾ ഇന്ന് കുറവുണ്ട്, എന്താണെന്ന് വെച്ചാൽ വൈറ്റ് എള്ള്. പക്ഷേ ഇന്നും അതുമില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങളത് ആഡ് ചെയ്യണം. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ എനിക്ക് ഇന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇത് നമ്മൾ മാഗി 2 പാക്കറ്റ് ഞാൻ എടുത്തേക്കുന്നത്, 2 ബോക്സ് എന്താണെന്ന് വെച്ചാൽ ക്യൂബ്സ് ആണ് എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് വേവിക്കുകയാണ്. മീൻസ് മാഗിയുടെ കൂടെ അല്ല, അത് സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ട് നമ്മുടെ മസാല ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. നമ്മുടെ കൊറിയാണ്ടർ പൗഡർ, ഗാർലിക് ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ ഈ പ്രാവശ്യം കുറച്ച് കാര്യങ്ങൾ മറന്നിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയതിൽ. പക്ഷെ നിങ്ങളതൊക്കെ ആഡ് ചെയ്യണം. ഒന്ന് ഞാൻ നമ്മുടെ എല്ലാം കൂടെ ഉണ്ടാക്കി വരുമ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഈ മാഗി ഉണ്ടാക്കുമ്പം ലൈറ്റായിട്ട് ഉപ്പ് മാഗി വെള്ളത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ മാഗീൻ്റെ അകത്ത് കുറച്ച് ഉപ്പാവും, അപ്പോൾ മാഗീൻ്റെ നൂഡിൽസിനകത്ത്. അതുകൊണ്ട് അത് നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് വെക്കണം കേട്ടോ. പിന്നെ ഒന്ന് ഞാൻ മറന്നത് ഫസ്റ്റ് ഞാൻ ഒഴിച്ചു തരുന്നത് ലെമൺ ജ്യൂസ്. അത് ഈ പ്രാവശ്യം ഞാൻ ഇടാൻ മറന്നുപോയി. അതും നിങ്ങൾ ഒഴിക്കണം. ഓക്കെ, അതെവിടെ ഒഴിക്കേണ്ടത് ഞാൻ പറയാം. അപ്പം നമ്മുടെ ഗ്രീൻ ചില്ലിയും ഗാർലിക്കും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ മേളിൽ ഓയിലൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ജസ്റ്റ് അതിൻ്റെ മേളിൽ ഇച്ചിരി ബ്ലാക്ക് സ്പോട്ട് വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യണം. പിന്നെ അതിനകത്ത് നമ്മൾ ഇടുന്നത് കുറച്ച് പീനട്ടാണ്. പീനട്ട് എൻ്റെ കൈ ഓൾറെഡി റോസ്റ്റഡ് പീനട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലിയും ഗാർലിക്കൊക്കെ റോസ്റ്റായി കഴിഞ്ഞിട്ടാണ് പീനട്ട് ഇട്ടത്. പക്ഷെ നിങ്ങളുടെ കൈ ഇപ്പോൾ പച്ചയാണെങ്കിൽ റോസ്റ്റഡ് പീനട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോഴേ അതിൻ്റെ കൂടെ അങ്ങ് റോസ്റ്റ് ചെയ്യണം, ഈ ഗാർലിക്കും ചില്ലിയുടെ കൂടെ തന്നെ. പിന്നെ ഇതെല്ലാം ഞാൻ കൈ വെച്ച് ചെയ്ത് പിന്നെ വിചാരിച്ച സ്പൂൺ വെച്ച് ചെയ്താൽ മതിയായിരുന്നു. ഒന്ന് കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. നിങ്ങൾ സ്പൂൺ വെച്ച് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ ഇടിക്കുന്ന സാധനമില്ലേ അതിൽ ചവയ്ക്കാൻ വേണ്ടത്. നമുക്ക് മിക്സിയിലല്ല ഇടിക്കേണ്ടത്, ഇതിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇല്ലാത്തവർ വേണമെങ്കിൽ ഒരു ക്രഷ് പൾസിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ നമ്മുടെ കൊറിയാണ്ടറും കൂടെ എടുത്തിട്ട് നല്ലോണം ഇടിച്ചിടിച്ച് ചമ്മന്തി ആക്കണം. നല്ല ചമ്മന്തിയല്ല, എന്താണ് ക്രഷ്ഡ് ആക്കണം. പിന്നെ നമ്മുടെ പാനിനകത്ത് കുറച്ച് ഓയിൽ ഇടണം. ഇതിനകത്തിൽ ഈ മസ്റ്റർഡ് സീഡ്സ് അവരിട്ടിട്ടില്ലായിരുന്നു ഞാൻ കണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ചുമ്മാ അങ്ങോട്ട് ഇട്ടതാണ്. ഇട്ടാലും ഇല്ലെങ്കിലും വലിയൊരു ഡിഫറൻസ് വരാൻ പോകുന്നില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, അതാണ് ഞാൻ ഇട്ടത്. പിന്നെ നമ്മുടെ ഇടിച്ച് വെച്ച സാധനമില്ലേ അതെല്ലാം കൂടി ഇട്ട് ഇളക്കണം. നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം. ഓൾറെഡി അത് കുറച്ച് വെന്തതാണ്, പക്ഷേ അത് എണ്ണനകത്തൊന്നും കൂടെ ഫ്രൈ ആയി എടുക്കണം. എന്നിട്ട് നമ്മുടെ ബൗളിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ നമ്മുടെ മാഗി മസാല ഇല്ലേ, മാഗി മസാല ഈ സമയത്ത് ഇതിനകത്തിൽ എള്ളും നമ്മുടെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യണം. അത് നിങ്ങൾ മറക്കാതെ ആഡ് ചെയ്യണം, ബിക്കോസ് അത് നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. വൈറ്റ് എള്ള് അപ്പോഴും ഇല്ല, പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ക്രഞ്ചി ടേസ്റ്റ് വരും. നല്ല കൊറിയൻ നൂഡിൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പം അത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കണം. പിന്നെ ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇളക്കണേ. മറ്റു മസാല ഒന്നും കളയരുത്. മാഗി മസാല എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പൊടി പോലും കളഞ്ഞുകൂടാ. അതെല്ലാം ഫുൾ യൂസ് ചെയ്യണം. എന്നിട്ട് അത് കുറച്ച് സ്റ്റിക്കി ആയിരുന്നു അതിനകത്ത്. എന്നിട്ട് പിന്നെ നമ്മുടെ മാഗി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കണം. നല്ലോണം കുറച്ച് സമയം എടുക്കും, ഒരു 3-4-5 മിനിറ്റ് നമ്മൾ ഫുൾ എല്ലാത്തിനകത്ത് നല്ലോണം പിടിക്കണം. അത് നമ്മൾ നേരത്തെ വേവിച്ച് സെപ്പറേറ്റ് വെച്ചില്ല, അപ്പോൾ അതിനകത്ത് കുറച്ച് സ്റ്റിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഇളക്കി ഫുൾ മാഗിയിൽ സെറ്റാവണം. നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. റെഗുലർ മാഗി പോലെയല്ല. നിങ്ങൾ സാബുദാനയുടെ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരും. എന്ന് വെച്ചാൽ പീനട്ടും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യണം.